ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പരമ്പരയുടെ അവസാന ദിവസമാണെന്ന്. അതിലിന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉപവാസത്തിന്റെ തെറ്റായ പ്രയോഗങ്ങളും അപകട സാധ്യതയും എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഇംപ്രോപ്പർ ഫാസ്റ്റിംഗ് ക്യാൻ കോസ് ഹാം, സോ ഗൈഡൻസ്, പ്രിപ്പറേഷൻ ആൻഡ് കെയർ ആർ എസെൻഷ്യൽ. ഉപവാസത്തിന്റെ തെറ്റായ പ്രയോഗങ്ങളും അപകട സാധ്യതയും. ഉപവാസം രോഗശാന്തിക്ക് സഹായിക്കുന്നുവെങ്കിലും അത് തെറ്റായ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ ദോഷകരമായി മാറുന്നു. മുൻകരുതലുകളില്ലാതെ ഉപവാസം ആരംഭിക്കുന്നത് ശരീരത്തിന് ആഘാതമുണ്ടാക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഭാരമേറിയതോ ദഹിക്കാൻ പ്രയാസമുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിച്ച് പെട്ടെന്ന് ഉപവാസം അവസാനിപ്പിക്കുന്നത് ദഹന പ്രക്രിയയെ ബാധിക്കുകയും രോഗത്തിനോ മരണത്തിനോ തന്നെയോ കാരണമാകുകയും ചെയ്യും. കഠിനമായ അധ്വാനത്തോടൊപ്പം ഉപവാസം തുടങ്ങുന്നത് ക്ഷീണത്തിനും തളർച്ചയ്ക്കും കാരണമായേക്കാം. അമിതമായി ഉപവസിക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകർക്കുകയും ശാരീരിക ഊർജം കുറയ്ക്കുകയും ചെയ്യുന്നു. ഉപവാസത്തെ ഒരു ചികിത്സയ്ക്ക് പകരം ശിക്ഷയായി കാണുന്നത് മാനസിക സമ്മർദ്ദത്തിനും തെറ്റായ ഭക്ഷണശീലങ്ങൾക്കും കാരണമാകും. ഉപവാസകാലത്ത് വിശ്രമവും ജലപാനവും ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മാർഗനിർദ്ദേശങ്ങളില്ലാതെ ഉപവസിക്കുന്നത് കൂടുതൽ അപകടകരമാണ്. സുരക്ഷിതത്വവും ശരിയായ വീണ്ടെടുക്കലും ഉറപ്പിക്കാൻ ദീർഘകാല ഉപവാസങ്ങൾക്ക് വിദഗ്ധ മേൽനോട്ടം ശക്തിയായി ശുപാർശ ചെയ്യുന്നു. അപ്പോ ഇതാണ് ഉപവാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉപവാസം തെറ്റായ പ്രയോഗങ്ങളിലൂടെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഇത് 1795 സെഷൻ ക്ലാസ് ആണ്. അപ്പോ ഇതില് ഉപവാസം രോഗശാന്തിക്ക് സഹായിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് തരം രോഗാവസ്ഥയിൽ നിന്നും ശരീരത്തെ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ ഉപവാസം സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉപവാസത്തിനാണ് അത് കഴിയുക. എന്നാൽ അത് പ്രോപ്പറായിട്ട് പ്രയോഗിച്ചില്ലെങ്കിൽ ദോഷകരമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഉപവാസത്തിലേക്ക് കയറുന്നത് ശരീരത്തിന് ആഘാതം ഉണ്ടാക്കും. ഡയറക്റ്റ് ആയിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ വളരെ സ്പൈസി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കഴിച്ചു, മനസ്സിന് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി എന്നിരിക്കട്ടെ. അതിൽ നിന്നും പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഉപവാസത്തിലേക്ക് കയറണം, ഭക്ഷണം പെട്ടെന്ന് അങ്ങ് ലംഘിച്ചു. ആ അവസ്ഥയിൽ ശരീരത്തിന് ഒരുപാട് വൈഷമ്യങ്ങൾ വന്നു ചേരും. ഒന്നാമത്, ഈ ദഹനേന്ദ്രിയ വ്യൂഹം വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദഹനേന്ദ്രിയ വ്യൂഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. പലപ്പോഴും സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ വയറ്റിൽ നിന്നും ഈ ഭക്ഷണത്തിന്റെ പ്രവാഹം സംഭവിക്കുന്നത് നിരന്തരമായി ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോഴാണ്. അതായത് പ്രഷർ എന്നുള്ളതിന് വല്ലാതെ പ്രാധാന്യമുണ്ട്. ഭക്ഷണം ഇപ്പുറത്തൊന്നും പ്രഷർ ചെലുത്തിയില്ലെങ്കിൽ അപ്പുറത്തൂടെ കടന്നു പോകില്ല എന്നുള്ളൊരവസ്ഥ ഉള്ളപ്പോ ഈ പ്രഷറിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഫ്ലോ നിന്നു പോകും. ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച്, സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ദഹനേന്ദ്രിയ വ്യൂഹം മുഴുവൻ താറുമാറായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഭക്ഷണം നിർത്തുന്ന സമയത്ത് അയാൾക്ക് ഈ ഒരു ഫ്ലോയെ, പെരിസ്റ്റാൾസിസിന്റെ ശരിയായ ഫ്ലോ ഉണ്ടല്ലോ, അതായത് പ്രഷർ മൂലം ഉണ്ടാകുന്ന ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോ കൃത്യമായിട്ട് നടക്കാതെ വന്നു വരും. അതുപോലെ തന്നെ ശരീരത്തിന് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചതുകൊണ്ട് ഡീഹൈഡ്രേഷൻ നല്ലപോലെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഭാഗത്തും ശരീരത്തിന് പ്രൊവിഷൻസ് ഇല്ലാതെ വരും, അത് മുന്നോട്ട് കളയാനുള്ള പ്രൊവിഷൻ ഇല്ലാതെ വരും. പിന്നെ ടോക്സിൻസ് നല്ലപോലെ ഉണ്ടായി കഴിയുന്ന സമയത്ത് ശരീരത്തിനകത്ത് ഇതിനു മുമ്പ് കഴിച്ച ഭക്ഷണത്തിന് ടോക്സിൻസ് നല്ലപോലെ ഉണ്ടാവുന്ന സമയത്ത് അതിനെയും വെളിയിലേക്ക് കളയാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ ഉപവാസത്തിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. സാധാരണ രീതിയിൽ ഉപവാസം എടുക്കുന്നതിന് മുമ്പ് നല്ലപോലെ നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ച്, അതിനുശേഷം ഒരു 2-3 ദിവസം ഫ്രൂട്ട്സ് കഴിച്ച്, നാരുള്ള പഴങ്ങൾ കഴിച്ച്, ഫ്രൂട്ട് ജ്യൂസസ് കഴിച്ച്, ഇങ്ങനെ പതുക്കെ നമ്മൾ ഉപവാസത്തിലേക്ക് തയ്യാറെടുക്കും. അതുപോലെ തന്നെ നിപ്പിൽ ഉപവാസത്തിലേക്ക് മാറുന്ന സമയത്ത് മനോതലത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് മോഡിലേക്കോ ഫിയർ മോഡിലേക്കോ നമ്മൾ മാറും.
അതേസമയം നമ്മൾ ഗ്രാജുവലി ഇതിനുവേണ്ടി തയ്യാറെടുത്ത് മാറുന്ന സമയത്ത് മനസ്സതിന് പക്വപ്പെടും. ഞാൻ ഉപവസിക്കാൻ പോവുകയാണ്, ഇനി മുതൽ ഉപവസിക്കുകയാണ്, അത് ചികിത്സാർത്ഥമാണ്, ഞാനിങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ള ധാരണയിലേക്ക് പോകുമ്പോൾ മനസ്സ് അതിനനുസരിച്ച് ഒരുങ്ങിയിട്ടുണ്ടാവും. അപ്പോ മുൻകരുതലോടുകൂടി ഉപവാസം ആരംഭിക്കുമ്പോൾ ശരീരത്തിന് ആഘാതമുണ്ടാകാതെ വരും. ഈ ഭാരമേറിയതോ ദഹിക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഉപവാസം അവസാനിപ്പിക്കുന്നതും ഇതേപോലെ തന്നെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും രോഗത്തിനോ മരണത്തിനോ തന്നെ കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് കൂടെ ഓർക്കേണ്ടതുണ്ട്. ഈ ഉപവാസത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ ആണ് ഉപവസിക്കുന്നവരുടെ അടുത്ത് വന്നിട്ട് അവരെ ഉപവാസം നിർത്താൻ പ്രേരിപ്പിക്കുക സാധാരണ. അങ്ങനെയുള്ള ആളുകൾ പ്രേരണ എന്നുള്ളത് ചിലപ്പോൾ കായികമായിട്ടുള്ള ഒരു പ്രേരണയായിട്ട് തന്നെ വരികയും എന്റെ കുട്ടി ഇത് കഴിക്കും എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അതിനെ ഉരുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഉപവാസത്തെക്കുറിച്ച് അറിയാത്ത ഒരാളാണ് ഉപവസിക്കപ്പെട്ടതെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ വളരെ ഭാരമേറിയ അല്ലെങ്കിൽ ഗാഠത കൂടിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യൂഹം ഈ സംഭവത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിന് മുന്നിൽ പെട്ടെന്ന് പതറിപ്പോവും. ആ പതറലിന്റെ സ്തബ്ധതയിൽ ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. ഇത് ഒരു പോസിബിലിറ്റിയാണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ എങ്ങും തൊടാതെ മ്യൂക്കസ് കൊണ്ട് മൂടിയിട്ട് ആ കഴിച്ച ഭക്ഷണം അതേപോലെ തന്നെ എന്നുവെച്ചാൽ ദഹന രസങ്ങളുടെ അകത്തൂടെ കടന്നിറങ്ങുന്ന ഭക്ഷണത്തെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് മലത്തിന്റെ രൂപത്തിൽ. ഇത് അതല്ലാതെ അത് അതേപോലെ തന്നെ എങ്ങനെയാണോ കഴിച്ച അതേ രൂപത്തിൽ ഇത് വെളിയിലേക്ക് തള്ളാനും ശരീരത്തിന് കഴിയും. ഇപ്പൊ ബീൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് എങ്ങനെയാണോ നമ്മൾ മറ്റു പാത്രത്തിൽ നിന്ന് എടുത്ത് വായിലേക്ക് ഇട്ടത് അതേ ഷേപ്പിൽ അത് മലദ്വാരത്തിൽ കൂടെ വെളിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പോവുകയാണെങ്കിൽ അത് ശരീരത്തിന് നല്ലതല്ലെങ്കിലും അപകടമില്ല. പക്ഷെ അങ്ങനെ കളയാൻ ശരീരത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ശരീരം ചിലപ്പോൾ സ്റ്റക്കായി പോയി ഒരു മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഉപവാസം നിർത്തുമ്പോൾ ഗാഠതയേറിയ ഭക്ഷണം കഴിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ ലൈറ്റായിട്ട് നാരങ്ങ നീര് കഴിച്ച് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ചെറിയൊരു സൂചന കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്ന സൂചന കൊടുത്ത് പിന്നെ പതുക്കെ ഒരു ദിവസം കൊണ്ട് ഒരു ഗ്ലാസ് കരിക്കും വെള്ളമോ വല്ലതൊക്കെ കഴിച്ച് പതുക്കെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ പതുക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം ഉപവാസം നിർത്താൻ. അതുപോലെ തന്നെ ഈ ഉപവസിക്കുന്ന സമയത്ത് വിശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇത് പറയുന്ന ആളുടെ ഒരു സ്വഭാവം, അതായത് എന്റെ ഒരു സ്വഭാവം വെച്ചാൽ ഉപവസിക്കുന്ന സമയത്ത് ഞാൻ ചികിത്സാർത്ഥം ഉപവസിച്ചുള്ളത് ഒരു പ്രാവശ്യം മറ്റോ ആണ്. ബാക്കി മുഴുവൻ ഉപവാസം എന്നുള്ളത് ഞാനൊരു റൊട്ടീനിന്റെ ഭാഗമായിട്ട് ഉപവസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ വിശ്രമം എന്നുള്ള സംഭവത്തിനകത്തേക്ക് പോകാറില്ല പലപ്പോഴും. അപ്പോ വിശ്രമത്തിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, മല കയറാൻ പോവുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യും. ശരിക്കും ഈ കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്യുന്ന സമയത്ത് ഉപവസിക്കാൻ പാടില്ല. അത് ഞാൻ എന്റെ അനുഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വല്ലാതെ ക്ഷീണത്തിനും തളർച്ചയ്ക്കും കാരണമാകാനും സാധ്യതയുണ്ട്. അതെല്ലാവർക്കും സംഭവിക്കില്ല, ചിലർക്ക് സംഭവിക്കും. ഉപവാസം തന്നെ ഒരു മുഖ്യ ഇടപാടായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധിക്കില്ല. ഉപവസിക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ സമയത്ത് പ്രാണവിദ്യ അറിഞ്ഞിരിക്കണം. പ്രാണനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഉപവസിക്കുന്ന സമയത്ത് നമ്മളെ ബാധിക്കുകയില്ല, നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോവാം. അതല്ലാത്ത ആളുകൾ ഉപവസിക്കുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യാൻ പാടില്ല, മാനസികാധ്വാനം ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം തന്നെ വല്ലാതെ തളർത്തും ക്ഷീണിപ്പിക്കും. അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറത്ത് ഒരു ശരീരത്തിന് ഇത്ര കാലം, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉപവസിക്കാവുന്നതിനൊരു അളവുണ്ട്, ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ആവശ്യം എന്താണോ ആവശ്യത്തിനനുസരിച്ച് ഉപവസിക്കുക എന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന ഉപവാസത്തിനും അപ്പുറത്തേക്ക് ഉപവാസം എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് ഉപവസിക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണ് ചെയ്യുക. ഇപ്പോ 15 ദിവസം ഉപവസിക്കുന്നു, അയാൾക്ക് ആകെ 7 ദിവസത്തെ ഉപവാസത്തിനുള്ള കപ്പാസിറ്റി ഉള്ളൂ വെച്ചാൽ 15 ദിവസം ഉപവസിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ടോട്ടൽ സിസ്റ്റത്തെ അത് ബാധിക്കും, ഹോർമോൺ സിസ്റ്റത്തെ ബാധിക്കും. അപ്പോഴാണ് 21 ദിവസത്തേക്കൊക്കെ പോയി എന്ന് വെച്ചാൽ ചിലപ്പോൾ മരണം സംഭവിച്ചെന്ന് വരാം. അപ്പോൾ അത്രയ്ക്കൊന്നും പോകുന്ന ഒരു സംഭവം അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധന്റെ മേൽനോട്ടത്തിലെ ചെയ്യാവൂ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കേസാണ് ഉപവാസത്തെ ഒരു ചികിത്സ എന്നുള്ളതിന് പകരം ശിക്ഷയായി കാണുന്നത്. യാദൃശ്ചികമായിട്ട് ഉപവസിക്കേണ്ടി വന്നു. ഇപ്പോ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആകസ്മികമായിട്ടുള്ള ഒരു ആക്സിഡന്റ് പറ്റി,
ആ സമയത്ത് അതിനെ ഹീൽ ചെയ്യാനായിട്ട് ഉപവസിക്കാനായിട്ട് തീരുമാനമെടുത്തു. കൂടെ നിൽക്കുന്നവരെ കൂടെ തീരുമാനമെടുത്തു ഉപവസിക്കാൻ ലഭിച്ചു, ഉപവസിച്ചു എന്നുള്ളത്. പക്ഷെ ഉപവസിക്കാൻ തയ്യാറായ ആ വ്യക്തിയുടെ തലയിൽ ഉള്ളത് ഇത് ഉപവാസമല്ല, അയാൾക്ക് കിട്ടിയൊരു പണിഷ്മെന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അത് വഴിതെളിക്കും. ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം അയാൾ ആദ്യം ഉണ്ടാക്കും. അതിനുശേഷം തെറ്റായ ഭക്ഷണ ശീലങ്ങളിലേക്ക് ഇങ്ങനെ അയാൾ കടക്കും. വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ മറ്റേ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡുകൾ, ടേസ്റ്റ് ബഡ്സിനെ വല്ലാതെ ഓക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഫുഡിലേക്ക് അവർ ആദ്യം ചെല്ലും. ആദ്യത്തെ ദിവസങ്ങളിൽ അത് ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ ടോട്ടൽ ശരീരത്തിന്റെ ഫ്ലോ മൊത്തത്തിൽ തകരാറാവുകയും അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുകയും അൾസറേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഗ്യാസ്ട്രിക് അൾസർ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപവാസം എന്നുള്ളത് ചികിത്സ എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുള്ളവരെ ചെയ്യാവൂ. അത് മറ്റേ പണിഷ്മെന്റ് ആണെന്ന് കരുതിയിട്ട് ആ വഴിക്ക് പോകരുത്. പിന്നെ ഉപവാസ കാലത്ത് വിശ്രമവും ജലപാനവും ഇല്ലാത്ത അപകട സാധ്യത വർദ്ധിക്കും. ഉപവസിക്കുന്ന സമയത്ത് വിശ്രമിക്കണം, ജലപാനം ഉണ്ടായിരിക്കണം. കാരണം ശരീരത്തിൽ ഇളക്കി കളയുന്ന മാലിന്യങ്ങളെ വെളിയിലേക്ക് കളയുന്നത് ജലം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ജലപാനം ഉണ്ടായിരിക്കണം. ഉപവാസത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ആരോഗ്യ പ്രശ്നമുള്ളവർ മാർഗനിർദ്ദേശമില്ലാതെ ഉപവസിക്കുന്നത് കൂടുതൽ അപകടകരമാണ്. ഈ ഉപവസിക്കാൻ ഏറ്റവും യോഗ്യരാരാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ആരോഗ്യ പ്രശ്നമില്ലാത്തവരാണ് ഉപവസിക്കാൻ യോഗ്യർ. ആരോഗ്യ പ്രശ്നമുള്ളവർ ഉപവസിക്കുന്ന സമയത്ത് മാർഗനിർദ്ദേശത്തോടു കൂടി എന്താണോ ആരോഗ്യ പ്രശ്നം, ആ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പാകത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ ഉപവസിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കിട്ടിയിരിക്കണം. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വവും ശരിയായ വീണ്ടെടുക്കലും ഉറപ്പാക്കാൻ ദീർഘകാല ഉപവാസങ്ങൾക്ക് വിദഗ്ധ മേൽനോട്ടം ശരിയായ ഉണ്ടാകണമെന്ന് നമ്മൾ ശുപാർശ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കണം. സുരക്ഷിതത്വത്തിലൂടെ മാത്രമേ അത് സുരക്ഷിതമായിരിക്കാനാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഉപവാസം എന്നുള്ള ഈ പരമ്പര ഇവിടെ പൂർണ്ണമാവുകയാണ്. അത് നമ്മൾ സഹജാരോഗ്യ പരിപാലനം എന്നുള്ള വിഷയത്തിന്റെ തുടർച്ച എന്ന രീതിയിൽ നമ്മൾ എടുത്തു വന്നതാണ്. ഏതാണ്ട് നമ്മളിപ്പോ ഒരു 100-ലധികം ക്ലാസ്സുകൾ ഈ സഹജാരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു വരുന്നു. നമുക്ക് ഇതിവിടെ ഈ പരമ്പര ഇവിടെ പൂർത്തീകരിക്കാമെന്നാണ് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ വിഷയ പരമ്പരകളിലേക്ക് നമ്മൾ ഇനി കയറുകയാണ്. അപ്പോ ഇത്രയും നാൾ ഈ ആരോഗ്യം എന്ന വിഷയത്തിന്റെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും, എന്നുവെച്ചാൽ ഓൺലൈനായിട്ട് വന്നിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ട് കാര്യങ്ങൾ കണ്ടുമൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത മുഴുവൻ പേർക്കും സന്തോഷം അറിയിക്കുകയാണ്. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോ എഴുതിയോ ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സഹജാരോഗ്യ പരിപാലനത്തെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.